ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങളുടെ യാത്ര നെല്ലിയാമ്പതിയിലേക്കാണ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എന്നത്തെയും പോലെയും ഇന്ന് എങ്ങോട്ട് യാത്ര പോകണം എന്ന് വിചാരിക്കുമ്പോഴാണ് നെല്ലിയാമ്പതിയിലേക്ക് വിട്ടല്ലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് വേറൊരാളും കൂടി ഉണ്ട്. ആ നടക്കിയിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ അയൽവക്കത്തുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അവളും കൂടി ഈ ഒരു യാത്രയിൽ ഇൻക്ലൂഡായിരുന്നു കേട്ടോ. അപ്രതീക്ഷിതമായിട്ടാണ് ഈ യാത്രയിൽ അച്ചും കൂടി ഇൻക്ലൂഡായത്. അതായത് സൂര്യ എന്നാണ് പേര്. ഞാൻ പറഞ്ഞില്ലേ വീടിൻ്റെ അയൽവക്കത്തുള്ള കുട്ടിയാണെന്ന്. അപ്പോൾ അവളും കൂടി ഈ യാത്രയിലൊരു പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടാണ് കയറിയത്. കാരണം ക്ലാസ്സിൽ പോകാൻ വേണ്ടി ആൾ യൂണിഫോമൊക്കെ ഇട്ട് നിൽക്കുമായിരുന്നു. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ബസ് ഇവിടെ പിക്ക് ചെയ്യാണ്ട് പോയി. അപ്പോൾ അതുകൊണ്ടിട്ട് അവൾക്ക് വെറുതെ ചുമ്മാ മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുമായിരുന്നു വീട്ടിൽ നിന്ന്. നേരെ തന്നെ കാണുന്ന വീടാണ്. ഞാൻ ചോദിച്ചു വരണുണ്ടാന്ന് ചോദിച്ചു. അപ്പോൾ കേട്ട മതി ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എങ്ങോട്ടാ പോണേന്നൊന്നും ആളറിഞ്ഞിട്ടില്ല. വാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി. അങ്ങനെ അത് ചട്ടപ്പെട്ടേന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറി വേഗം തന്നെ വന്നു. എന്തായാലും ബസ് പോയി. ഇനിയിപ്പോൾ ഈ യാത്രയിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ആളും കയറി. അപ്പോൾ നമ്മൾ പോകുന്ന യാത്രയിലൊക്കെ നല്ല മഞ്ഞ കോടകളൊക്കെ കാണാറുണ്ട് കേട്ടോ. നല്ല രസമുള്ള യാത്ര തന്നെ. പിന്നെ നമുക്ക് കൂടുതലും വനം പച്ചപ്പ് കൂടുതലൊക്കെ ഇഷ്ടമായത് കൊണ്ടിട്ട് നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് തന്നെയാണ് ഇന്നത്തെ യാത്രയും പോകുന്നത്. അപ്പോൾ നെല്ലിയാമ്പതി നമ്മൾ ആദ്യമേ പോയിട്ടുള്ളതാണ്. എന്നാലും കൂടുതൽ കവർപ്പോ കാര്യങ്ങളോ അങ്ങനെ എടുത്തിട്ടില്ല. കൂടുതൽ അങ്ങനെ നമ്മൾ ഒത്തിരി ഒന്ന് കയറിയൊന്നും കണ്ട് അങ്ങനെ ഇതാക്കിയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഇന്നത്തെ യാത്രയിൽ നമുക്ക് നെല്ലിയാമ്പതിയിലേക്ക് പോയാലോ എന്നുള്ള ഇതിൽ നമ്മൾ യാത്ര തുടരുകയാണ്. മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരുപാട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള മഴകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. ഇടയ്ക്ക് ഇങ്ങനെ മാറി ഇങ്ങനെ തരുന്നുണ്ടായിരുന്നു മഴയൊക്കെ. പിന്നെ നമ്മുടെ ഈ യാത്ര നമ്മൾ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് കേട്ടോ കൊണ്ടുപോയത്. രാവിലെ അപ്പം കടലക്കറിയായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ചോറും ബീഫ് പൊരിച്ചതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഫുഡൊക്കെ നമ്മൾ പുറത്തുനിന്ന് അങ്ങനെ വാങ്ങി കഴിക്കാറില്ല. കൂടുതലും മാക്സിമം നമുക്ക് പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കി കൊണ്ടുപോകാറാണ് എപ്പോഴും പതിവ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിലും നമ്മൾ ഈ ഒരു യാത്രയിൽ ഇൻക്ലൂഡ് ആക്കിയിരിക്കുന്നതും നമ്മൾ പ്രിപ്പയർ ചെയ്ത ഫുഡ് തന്നെയായിട്ടാണ്. അപ്പോൾ ഒത്തിരി നമ്മളിങ്ങനെ പോയപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇത് തന്നെയാണോ വഴി എന്നുള്ളത്. ഫുഡ് കഴിക്കാൻ നല്ല വിശന്നിരിക്കുന്നുണ്ടായിരുന്നു. ഒരു പറ്റിയ സ്പോട്ട് കിട്ടുകയാണെങ്കിൽ നിർത്താമെന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ കണ്ടപ്പോൾ, ഈ ഒരു അന്തരീക്ഷം കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഇവിടെ നിർത്തിയാലോ എന്നുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ നമുക്കൊന്ന് ചാമ്പാമെന്ന് വിചാരിച്ചത് ഇവിടെ നമ്മളിങ്ങനെ നിർത്തിയിട്ട് ഫുഡൊക്കെ റെഡിയാക്കി കൊണ്ടുപോയിട്ടുണ്ടായില്ല. അപ്പോൾ കടലക്കറി ആയിരുന്നു. അപ്പോൾ ഇവരൊക്കെ സീറ്റൊക്കെ ആദ്യമേ കണ്ടുപിടിച്ച് അവിടെ ഇരിക്കുക കേട്ടോ. അങ്ങനെ അപ്പവും കടലക്കറിയൊക്കെ കൂട്ടി നമ്മൾ അടിപൊളിയായിട്ട് കഴിച്ചു. അതിനുശേഷം പാത്രമൊക്കെ കഴുകി വെച്ച് നമ്മൾ യാത്ര തുടരുകയാണ്. യാത്രയിൽ നമുക്ക് വേറെ ബുദ്ധിമുട്ടുണ്ടായില്ല. ഫുള്ള് പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ നമുക്കും നല്ല ഹാപ്പി ആയിരുന്നു. അവർ ഫുള്ള് പാട്ടും കളികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു വണ്ടിയിലിരുന്ന്. ഇപ്പോൾ പുതിയൊരു ഗസ്റ്റും കൂടി നമ്മുടെ കൂടെ ഉണ്ടായല്ലോ ഇന്നത്തെ യാത്രയിൽ. അപ്പോൾ ഫുള്ള് വൈബ് തന്നെയായിരുന്നു. പിന്നെ ഇതൊക്കെ കണ്ടോ, നല്ല രസം. അവിടുത്തെ അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടം. നാച്ചുറൽ ബ്യൂട്ടി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മുടെ എല്ലാവർക്കും കേട്ടോ, നമ്മൾ പിള്ളേർക്കാണെങ്കിലും ഹസ്ബൻഡിനാണെങ്കിലും എല്ലാവർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫുള്ള് പച്ചപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ നിൽക്കുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ നമ്മളിത് ഈ ഓരോ യാത്രകൾ കണ്ട് ഇടയ്ക്കൊന്ന് ഇറങ്ങി ഇന്ന് കുറച്ചൊക്കെ ഒന്ന് നോക്കിയിട്ടൊക്കെയാണ് അവിടുത്തെ ആ ഒരു
എന്താണ് നല്ലൊരു രസമല്ലേ ആ ഒരു ഫീല് കിട്ടാന്ന് പറയുന്നത്. അപ്പം അതൊക്കെ നമ്മൾ കൂടുതലും പിന്നെ ആ മണ്ണിൻ്റെ സ്മെല്ല് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ നമ്മളതൊക്കെ പാടമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ ഫുള്ളും എൻജോയ് ചെയ്തിട്ട് തന്നെയായിരുന്നു പോയിച്ച്. പിന്നെ നമ്മളുടെ യാത്രയിൽ കൂടുതലും നമ്മൾ ഫുള്ള് മൈൻഡ് ഫ്രഷ് ആക്കുക എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. അപ്പോൾ ഒന്നും മൊബൈൽ എടുക്കാനോ കാര്യങ്ങളൊന്നും ഞങ്ങൾ അങ്ങനെ അത്രയും ആഗ്രഹിക്കാറില്ല. കാരണം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് ആയിട്ട് നിൽക്കാൻ മൈൻഡിനെ ഫ്രഷ് ചെയ്യാനൊക്കെ ആയിട്ടാണ്. കുഞ്ഞിലമേ കളിവാക്കു ചൊല്ലിടണേ, അന്ന് കണ്ണു പൊത്തിക്കളി പന്തു തട്ടിക്കളി എന്ന പോലെ, ഇന്നത്തെ കണ്ണുരുട്ടിക്കളി കാതു കുത്തിക്കളി എന്ന പോലെ, കളിയൂഞ്ഞാലിലെ തഴലിലാതെ മേലെ ചെന്നു വരാന്നു പാഞ്ഞു പാഞ്ഞു തേഞ്ഞു മാഞ്ഞു പോയ കാലമേ ചിലത്തരമേ നീ പള്ളിക്കൂടമായി, ചിലത്തരമേ നീ പള്ളിക്കൂടമായി. തൂങ്ങി കളിക്കണ പറ്റില്ല. അച്ഛനത് പാട്ടാ പാടണേ, അത് വേണ്ട വേറെ പാടും. ഹൈ ബസ് സ്റ്റോപ്പൊക്കെ എന്ത് രസമാണ്. ഹായ് എന്ത് രസമല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അടിപൊളി. നമുക്കിത് ഇങ്ങനെ ഇങ്ങനെ ഫോണിൽ കൂടെ കണ്ടാൽ മാത്രമല്ല, നേരിട്ട് കണ്ടാൽ അടിപൊളിയാ ഒരു എക്സ്പീരിയൻസ് കിട്ടും. അവിടെ ഉണ്ട് അതൊക്കെ പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വരുമ്പോ കേറാട്ടാ, ഇവിടെ വരുമ്പോ കേറുന്നതായിരിക്കും ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ടൈം ഇതാകും. എന്ത് രസമാണ്, ഡാമാണ് അവിടെ. ഇപ്പൊ നമ്മള് ചെക്ക് പോസ്റ്റ് എത്തി. വണ്ടി നമ്പറൊക്കെ എഴുതി കൊടുക്കണം. എത്ര പേരുണ്ടെന്ന് എഴുതണോ പറയണോ? ചെല്ല് കേറ്റിരുന്നോന്നില്ല, ഇവരൊക്കെ പോയേക്കണുണ്ടോ? ആയിടോണോ എനിക്കറിയാൻ പാടില്ല. നമ്മളിപ്പോ ഉണ്ടല്ലേ ഇപ്പൊ ചെക്ക് പോസ്റ്റിൽ നിന്നാണ് നമ്മളിപ്പോ പോന്നത്. ചെക്ക് പോസ്റ്റിൽ വന്നിട്ട് നമ്മൾ ടോക്കൺ എടുക്കണം അല്ലേ? ടോക്കൺ അല്ല എടുക്കണേ, വണ്ടി നമ്പർ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇത് പിന്നെ വരുമ്പോ കാണാം. വണ്ടി നമ്പർ നമ്മൾ പറഞ്ഞു കൊടുക്കാം. ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഇരിക്കാൻ പറ്റും നമുക്ക്, ആ ഒരു സത്രം പോലെ സംഭവം. അപ്പൊ നമ്മള് എൻട്രി ഫീസ് ഒന്നുമില്ല, ടോക്കൺ എടുക്കാം. പിന്നെ അവര് വണ്ടി നമ്പർ പറഞ്ഞു കൊടുത്തതിന് ശേഷം നമ്മളോട് ടോക്കൺ തന്നിട്ട് 5 മണിക്ക് മുമ്പ് തിരിച്ചിറങ്ങണം എന്നുള്ളതാണ് ഇൻഫോർമേഷൻ തരുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ നെല്ലിയാമ്പതി പോയി കഴിഞ്ഞാൽ തിരിച്ച് വേറെ റൂട്ടൊന്നുമില്ല. അതായത് വേറെ നമുക്ക് ഇറങ്ങാനുള്ള വഴിയൊന്നുമില്ല, നേരെ തിരിച്ച് ഈ റൂട്ട് തന്നെ പോകുന്നത്. അപ്പോൾ ഏറ്റവും ബെറ്റർ നമ്മൾ നെല്ലിയാമ്പതി പോയി അവിടെയുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ കണ്ടതിന് ശേഷം മാത്രം നമ്മൾ തിരിച്ച് വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ നമുക്ക് ഈ വരുന്ന വഴിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ വെറുതെ നമ്മൾ അവിടെ ടൈം കളഞ്ഞ് ചെല്ലേണ്ടി വരും. ടൈം കളഞ്ഞ് അവിടെ എത്തുമ്പോഴേക്കും നമുക്ക് അവിടെ നിന്ന് ഒന്നും കാണാൻ പറ്റില്ല. പിന്നെ തിരിച്ച് വരുമ്പോഴേക്കും 5 മണിക്ക് നമുക്ക് അവിടെ നിന്ന് ചെക്ക് പോസ്റ്റ് കിടക്കുകയും വേണം. അപ്പോൾ അതുകൊണ്ട് അത് കരുതിയിട്ട് വേണം കേട്ടോ പോകാനായിട്ട്. കാരണം നമ്മൾ ലേറ്റായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ നമുക്ക് അവിടെയുള്ള കാര്യങ്ങളൊന്നും കാണാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടിട്ടാണ് നമ്മൾ നേരെ നെല്ലിയാമ്പതി പോകുക, അവിടെ നിന്ന് നേരെ തിരിച്ച് ഈ റോഡല്ലാതെ നമുക്ക് തിരിച്ച് വരാൻ പറ്റത്തില്ല. വേറെ റോഡ് കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ അതായത് വേറെ വഴി കൂടെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല, നേരെ ഈ ഒരു വഴി തന്നെ ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് വരുന്ന വഴിക്ക് ഇതെല്ലാം കാണുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കുണ്ടറച്ചോല പാലം, കുണ്ടറച്ചോല സൂപ്പർ.
ചാടാൻ നിക്കണ നോക്കിയേ ദേ. ആ അവരവിടെ നിർത്തിയായിരുന്നു. നിക്ക് നിക്ക് എടുക്കാൻ പറ്റില്ല ഇത്. ചാർജിലിട്ടേണ അമ്മി. പിന്നെ വീടൊന്നുമില്ല ഇവിടെ. ഹായ് നല്ല രസമുണ്ടല്ലേ കാണാൻ. ഞാൻ പറഞ്ഞ ഒരു രസമില്ലാന്ന്. ഇപ്പതേ തണുപ്പ് വന്നില്ലേ? തണുപ്പ് വന്നില്ലേ? അല്ല അല്ല, ഇത് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി കുറച്ചേരം നിർത്തി മാത്രം. അത്രേ ഉള്ളൂ. ഇതേ കണ്ട നമുക്ക് അങ്ങോട്ട് പോകാം. ഇത് മതി ഇത് മതി. കൊരങ്ങുണ്ടോ അവിടെ? ചാടൂട്ട ചാടൂട്ട ഒക്കെ ചാടാൻ നിക്കണ അതിന്. ഒക്കെ ചാടുക. വിട്ട് 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 വേണ്ട ചാടൂന്ന്. മോളി കേറിപ്പ ഗാഡ് ഗരുത്ത ഗാഡ്. സൂപ്പർ. ഈ മഞ്ഞൊക്കെ കണ്ടുപോകാൻ നല്ല രസോട്ടോ. ഇവിടെ എനിക്ക് വണ്ടിയിൽ ഇത് കണ്ടില്ലേ, എല്ലാം ഇതുപോലെ അപശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി പോകുന്നേ. കണ്ടില്ലേ, ഇത് ഇങ്ങനെ കാണുന്ന പോലെ അല്ല കേട്ടോ. നമ്മൾ നേരിട്ട് തന്നെ ഇതിൻ്റെ ഫീല്, ആ ഭംഗിയൊക്കെ കണ്ടറിയണം. അത്രയും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഞങ്ങൾ പിന്നെ കുറച്ചേരം അവിടെ നിർത്തി ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് കേട്ടോ അവിടുത്തെ ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ വീണ്ടും നമ്മൾ ചെന്നപ്പോൾ അതിലും മനോഹരമായിട്ടുള്ള സ്ഥലം എന്ന് വെച്ചാൽ അത്ര നല്ല ഭംഗി കാണാനായിട്ട്. അപ്പോൾ പൊന്നൂനെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നൊക്കെ പറഞ്ഞു. പൊന്നൂനൊക്കെ നിർത്തി നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത്. അത്ര നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ പ്ലേസ് കാണാനായിട്ട്. ഓരോ സ്ഥലം നമ്മൾ മുന്നോട്ട് പോകും തോറും പ്രകൃതിയുടെ ഭംഗി കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആക്ച്വലി നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു. അത്ര നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പ്ലേസൊക്കെ. എന്തായാലും നമ്മൾ ജീവനോടെ ഇരിക്കുന്ന കാലത്തോളം, ഭൂമിയിൽ ഇരിക്കുന്ന കാലത്തോളം നമുക്ക് പ്രകൃതികളൊക്കെ ദൈവം ഇതുപോലുള്ള അത്രയും ഭംഗിയായിട്ടുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ വാരി കോരിയിട്ടേക്കുക. അപ്പോൾ അതൊക്കെ നമ്മൾ കാണാൻ, അതിൻ്റെ ഫീൽ അറിയുക. അത്ര നല്ല ഭംഗിയുണ്ടായിരുന്നു. കണ്ടോ എന്ത് രസം നോക്കിയേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഫോട്ടോസൊക്കെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാം, കാണിച്ചു തരാം ഫോട്ടോസൊക്കെ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെയും മൂവ് ചെയ്ത് കുറേ ടൈം നമ്മൾ വേസ്റ്റ് ചെയ്യരുതല്ലോ. അപ്പോൾ നമ്മൾ വേഗം തന്നെ പോകാം. അവിടെ ഒത്തിരി കാണാനുണ്ട്. എന്നിട്ട് നമ്മളൊരു ഭാഗത്തേക്ക് പോയില്ല കേട്ടോ. ഇത് കണ്ട് ഇവിടെ 2 റോഡായിട്ട് സ്പ്ലിറ്റ് ചെയ്തേ കാണാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മൾ ലെഫ്റ്റിലേക്ക് എടുക്കുന്നതായിരിക്കും ഒത്തിരിയും കൂടി കാണാൻ ഭംഗി. റൈറ്റിൽ അത്രയും ഉണ്ടാവില്ല. ഞങ്ങൾ റൈറ്റിലേക്ക് പോയില്ല കേട്ടോ, കാരണം ടൈം കഴിഞ്ഞിരുന്നു. ലെഫ്റ്റിലേക്ക് പോയാൽ നമുക്ക് ഓറഞ്ച്, വെജിറ്റബിൾ ഫാം ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അവർക്ക് ഇതായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഇല്ല, ഇത് കണ്ടിട്ട് വന്നിട്ട് അങ്ങാട് പോയി കാണുമ്പോൾ അയ്യേ ഇത് കൊള്ളില്ല, ഇതാണ് നല്ലത്. കൊള്ളില്ലെന്നല്ല, കൂടുതൽ കാണാനുള്ളത് ഈ ഭാഗത്താണ്. അത് അവിടെ ചെന്ന് ചോദിക്കേണ്ടത് ഞാനുണ്ടാവില്ല.
ബസ് സ്റ്റോപ്പൊക്കെ കണ്ടോ? അപ്പോഴാണ് വീട്ടിൽ ചെല്ലുമ്പോ ഒരു തണുപ്പ് കയറാൻ പറ്റും. പറിക്കാൻ പാടില്ല. എവിടാ? അത് ഓറഞ്ചൊന്നുമല്ല. അതല്ല അവിടെ നോക്കി ആ വെള്ള കളർ. അപ്പോൾ നമ്മൾ ആദ്യം ഫാമിലേക്കാണ് പോകുന്നത്. ഇവിടെ കുറേ ജീപ്പ് സഫാരിക്കൊക്കെ ആയിട്ട് ആൾക്കാർ നമ്മളുടെ അടുത്ത് വരും. ഇത്ര എമൗണ്ടാണ് പോകാം എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ ഈ അഡ്വഞ്ചറസ് ട്രിപ്പിലേക്ക് നമ്മൾ പോയിട്ടില്ല. ഈ ഒരു യാത്രയിലൊന്നും ഞങ്ങൾ ആദ്യമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും യൂട്യൂബ് ചാനലോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ അഡൽട്ടിന് 25, കുട്ടികൾക്കാണെങ്കിൽ 7 വയസ്സ് മുതൽ 10 രൂപ അങ്ങനെയാണ്. അപ്പോൾ നമ്മളിവിടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അവിടെ നമ്മൾ ജീപ്പ് സഫാരി പോവുകയാണെങ്കിൽ ദൃശ്യം ഫിലിമിൻ്റെ ഇവിടെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരെയൊക്കെ വെച്ച് നിർത്തി ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. ഫോട്ടോസൊക്കെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ അവിടെ നിന്നപ്പോഴേക്കും ചെറുതായിട്ടൊന്ന് മഴ പെയ്തു. പണി പാളിയോ എന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോഴത്തേക്കും മഴ പോവുകയും ചെയ്തു. കുട എടുത്ത് വന്ന് ആ ടൈം വരെ മഴ പെയ്തിട്ടുണ്ടായി. കുട വന്ന് നിവർത്തി കഴിഞ്ഞപ്പോഴേക്കും മഴയും പേടിച്ച് ഓടി. അപ്പോൾ പിന്നെ നമ്മൾ കുടയൊക്കെ ചുരുക്കിയൊക്കെ വെച്ച് പിന്നെ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. ഒത്തിരി ഉണ്ട് കേട്ടോ. ആദ്യം കയറിയപ്പം എന്തോ ഒരു എന്തായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ വെച്ച് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടിങ്ങനെ നമുക്ക് ഇരിക്കാനൊക്കെ ആയിട്ട് ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ചെയറൊക്കെ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചാമ്പക്ക തൈകളാണ്, അല്ല മരങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെ താഴെ നമുക്കിത് ഇരിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടോ, ഇങ്ങനെയൊക്കെ നിന്നിട്ട് കുറച്ച് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ആയിട്ടൊക്കെ പറ്റും. അപ്പോൾ കുറച്ച് ഫോട്ടോസും ഇവിടെ നിന്നും നമ്മൾ എടുത്തിരുന്നു. പക്ഷെ നമ്മൾ കുറച്ചും കൂടി ഫ്രണ്ടിലേക്കൊന്ന് നടന്ന് വന്നിട്ട് എന്താണെന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചാമ്പക്കാട ആ മരമൊക്കെ നിൽക്കുന്ന അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ തന്നെ ഒന്നും കൂടി നടന്നു. എന്താണ് അവിടെ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് ജസ്റ്റ് പോയത്. ഇതാണ് നെല്ലിമരം. പിന്നെ ഇവിടെ നമുക്ക് എൻട്രി ഇല്ല, അങ്ങോട്ടേക്ക് പോകാനായിട്ട് പറ്റില്ല. അവർ ഗേറ്റ് ലോക്ക് ചെയ്തിട്ടേക്കാണ്. പിന്നെ നമ്മൾ വീണ്ടും പിന്നെ തിരിച്ച് വന്നിട്ട് ആ ചാമ്പമരത്തിൻ്റെ അവിടെ നിന്ന് ഉള്ളിലേക്ക് വീണ്ടും നടന്നു പോകണം. ഒത്തിരി ഉണ്ട് കേട്ടോ കാണാനായിട്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഹായ്, നല്ല കാറ്റ്. എടുത്തിട്ടുണ്ട്. വാ, ഇതെന്താ കുമ്പളങ്ങ അല്ലേ? കുമ്പളങ്ങല്ലേ? പൊട്ടുവളരിയാ ഇതാ? കുമ്പളങ്ങല്ലേ? പൊട്ടുവളരിയാ? ഇതോ? നെല്ലിക്കല്ലേ? എന്തോ ഒരു സാധനം. പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് വന്നപ്പോൾ അതേ മേളിൽ ഒരു ട്രീ ഹൗസ് കണ്ടേ. അപ്പോൾ പിള്ളേരെ അങ്ങോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും ഓടും കേട്ടോ എൻ്റെ മേളിലേക്ക് കയറാനായിട്ട്. അപ്പോൾ അതേ പൊന്നു ആദ്യമേ എല്ലാ സ്ഥലത്തേക്കും പൊന്നു പിടിച്ച് കയറിക്കോളും. പൊന്നു ആദ്യമേ കയറി.
പിന്നെ കറുത്ത കളറിലെ പേരയ്ക്കോ അതെന്തുട്ടാന്നാവോ. എന്തായാലും ഇപ്പോൾ ആമിയാണ് കേട്ടോ കയറുന്നത്. ആമി കയറി പോവാണ് മേളിലേക്ക്. മേളിൽ പോയിട്ട് വീഡിയോ എടുത്ത് തരാമെന്നും പറഞ്ഞിട്ട് മാമി ഇതേ മേളിൽ പോയി വീഡിയോ. ഞാൻ കയറിയില്ല, എനിക്കൊരു പേടി. അപ്പോൾ അങ്ങനെ അവർ പോയി മേളിൽ നിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് വന്നു. ഇതിങ്ങനെയാണ് കേട്ടോ. എൻ്റെ മേളിൽ പോയിട്ട് നമുക്ക് ചെറിയൊരു വ്യൂ കാണാം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതെ മേളിലുള്ള ഇതാണ് നമ്മുടെ ട്രീ ഹൗസ്. കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് കയറാം, അവിടെ നിന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യത്രേ ഉള്ളൂ. പിന്നെ അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീണ്ടും നടക്കുക. ഒത്തിരി ഉണ്ട് കേട്ടോ നടക്കാൻ. ഇപ്പം തീരുമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ ദേ കിടക്കുന്നു വിശാലമായിട്ട് വഴികൾ. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് നടന്നൊരു വഴിക്കായേ. അത് വേറെ കാര്യം. അയ്യോ നല്ലോണം നടക്കാനുണ്ടായിരുന്നു, പക്ഷെ രസമുണ്ട് കേട്ടോ കാണാനൊക്കെ. ഇത് കണ്ടോ, ഫ്ലവേഴ്സൊക്കെ നല്ല അടിപൊളിയായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോയി കാണുമ്പോൾ വെജിറ്റബിൾസൊക്കെ നിർത്തിയേക്കുന്നത്. തക്കാളി, പിന്നെ എന്താണ് പച്ചമുളക്, ഇതൊക്കെ ഉണ്ടായിരുന്നേ. ഇതുകൊണ്ട് നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ആമ്പൽ കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് അപ്പുറത്ത്. ഇത് കണ്ടോ, ആമ്പലൊക്കെ നിൽക്കുന്നുണ്ട്. ഇവിടെ ചെറിയൊരു കനാലൊക്കെ പോലെ മേളിൽ കൂടെ ഒരു പാലം പോലെ, ചെറിയൊരു പാലമൊക്കെ പോലെ ഇങ്ങനെ കെട്ടിയേക്കുന്നു. അതിൻ്റെ അപ്പുറം കൂടി പോകുമ്പോഴാണ് നമുക്ക് ഓറഞ്ചിനെയൊക്കെ കാണാൻ പറ്റുന്നത് കേട്ടോ. ഇത് സീസൺ അല്ലല്ലോ ഓറഞ്ചിൻ്റെയൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കിടക്കുന്നുള്ളൂ. കണ്ടോ ആമ്പലൊക്കെ നിൽക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ഈ പ്ലേസ് കാണാനായിട്ട്. നമ്മൾ കുറച്ചും കൂടി മുന്നോട്ടിങ്ങനെ നടന്ന് പോകുമ്പോഴാണ് കാണുന്നത്. നല്ല ഭംഗിയുണ്ട്. ഇനി ഇതിങ്ങനെ വന്ന് ഒരു ചേട്ടനോട് നമ്മൾ ചോദിച്ചപ്പോൾ ഇത് വഴിയാണ് വാന്നും പറഞ്ഞിട്ടും ചേട്ടൻ നമ്മളങ്ങനെ വിളിച്ചിട്ട് പോയി. ഇതുണ്ട് ഓറഞ്ച് ആൻഡ് പച്ചക്കറി തോട്ടം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇതൊക്കെ കണ്ട് കയറുമ്പോൾ തന്നെ പൂക്കളാണ് നിൽക്കുന്നത്. നമ്മളെ ഹാപ്പി ആയിട്ട് വെൽക്കം ചെയ്യുന്ന പോലെ പൂക്കൾ നിൽക്കുന്നു. അതിങ്ങനെ പോകുമ്പോൾ നമുക്ക് ഏത് വഴിയാണെന്നുള്ളത് ഒരു ഐഡിയയും കിട്ടുന്നില്ല കേട്ടോ, ഏതിൽ കൂടെ പോകുന്നത്. അപ്പോൾ ആ ചേട്ടൻ ഇത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ആ വഴി പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാം. കയറി കഴിഞ്ഞപ്പോഴേക്കും ഇതെങ്ങാട്ട് ഇവിടെ ഒന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ആ ചേട്ടൻ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു, കയറിക്കോ പൊക്കോ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ ചേട്ടൻ പറയണ അതിൽ പോയി കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ചേട്ടനും വരാണ്ട കൂടെ. എന്നിട്ട് ചേട്ടൻ ഇങ്ങനെ പറഞ്ഞൊക്കെ തന്നു. ഇതാണ്ട് ഇല്ലി, ഇതായത് തക്കാളിയൊക്കെ കണ്ടോ, തക്കാളിയൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ടോ. നല്ല രസമുണ്ട് കേട്ടോ, നല്ല പച്ച തക്കാളി. വേറെ മരുന്നോ കാര്യങ്ങളോ ഒന്നും അടിക്കാത്ത ഓർഗാനിക് ആയിട്ടുള്ള തക്കാളി. അത് വെണ്ടക്ക തൈകൾ ആയിട്ടില്ല തോന്നല്ലേ. ആണോ? വഡിങ് തൈയാണ്. പയറും മുളകും. അതെ തന്നെ, ദേ പച്ചമുളക് ഉണ്ടായി കിടക്കണം. ആണല്ലേ? ഇതിന്റെ തയ്യൊക്കെ കിട്ടും അപ്പോൾ? കിട്ടില്ലല്ലേ? ആണല്ലേ? വിത്തിട്ടോ പച്ച പച്ച. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നമ്മൾ ആ കയറിയ വഴി തന്നെ ബാക്കോട്ട് തിരിച്ചു വരാം. എന്നിട്ട് വീണ്ടും മേളിലേക്ക് വിശാലമായി കിടക്കുന്ന വഴികൾ. അപ്പോൾ അങ്ങനെ മേളിലേക്ക് നമ്മൾ പോകുമ്പോൾ കണ്ടോ എന്തോരം സ്ഥലമല്ലേ, നല്ല രസമുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നമ്മൾ കയറി കഴിഞ്ഞപ്പോൾ വെണ്ടയ്ക്ക, അത് വേറൊരു കളറ്, എന്തൊരു കളറാണ്, എന്തോ ഒരു കളറിലെ വെണ്ടയ്ക്ക. ഇതേ കണ്ടോ, അതെന്താ ഇങ്ങനത്തെ കളറിലെ വെണ്ടയ്ക്ക ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ കളറിലെ വെണ്ടയ്ക്ക? പിന്നെ പയറൊക്കെ ഉണ്ടായി കിടക്കുന്നു. ഒത്തിരി വെണ്ടത്തോട്ടം ഉണ്ടത്, കുറേ വെണ്ടയുണ്ട്. പിന്നെ സൂര്യകാന്തി, ഒത്തിരി ഇവിടെ ഒത്തിരി ചെടികളും ഒത്തിരി ഉണ്ട് കേട്ടോ.
പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ആപ്പിളെന്ന് തക്കാളിയൊക്കെ പർച്ചേസ് ചെയ്യാം കേട്ടോ. നമുക്ക് കിലോ 80 അങ്ങനെ എന്താണ്ടുമായിരുന്നു. തക്കാളി വാങ്ങിയായിരുന്നു, പച്ചമുളക് വാങ്ങിയായിരുന്നു. നമ്മൾ അവിടെ നിന്ന് തന്നെ നല്ല ഇതല്ലേ, ഓർഗാനിക്കല്ലേ, അപ്പോൾ നമ്മളത് കാണുമ്പോൾ തന്നെ നമുക്ക് വാങ്ങാനൊക്കെ തോന്നും. ഇത് ഓറഞ്ചിൻ്റെ മരമാണ്. ഓറഞ്ച് ഉണ്ടായി കിടക്കുന്നുണ്ട്. ഇത് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, എന്തായാലും ഉണ്ടായി കിടക്കുന്നുണ്ട്. അപ്പം നമ്മൾ വീണ്ടും മേളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുകയാണ്. അവിടെ ഒത്തിരി പണിക്കാരൊക്കെ ഉണ്ട് കേട്ടോ, ഓരോരുത്തർ ഇങ്ങനെ പണിതിരിക്കുകയാണ്. ഒത്തിരി സ്ത്രീകളാണ് കേട്ടോ പണിയുന്നത്. പുരുഷന്മാരും ഉണ്ട്, പക്ഷെ കൂടുതലും സ്ത്രീകളാണ് തടം എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഓറഞ്ചിൻ്റെ മരം കണ്ടോ, ഇത് ഓറഞ്ച്, ഇവിടെ ഓറഞ്ച്, ഇത് കണ്ടോ ഓറഞ്ച് എടുക്കുന്നുണ്ടോ, കണ്ടോ, അതൊരു ഓറഞ്ച്. പിന്നെ ഇവിടെ കണ്ടൊക്കെ ഉണ്ട്, ദേന ഓറഞ്ചൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായി കിടക്കുന്ന കാണാനൊക്കെ ഒരു രസമാണല്ലോ. അപ്പം അങ്ങനെ അതൊക്കെ നമ്മൾ കണ്ടു. പിന്നെ അറ്റം വരെയും പോയില്ല, കാരണം അത്രയും വരെ ഉള്ളൂ. പിന്നെ നമ്മൾ തിരിച്ച് വീണ്ടും നടന്നു. അപ്പോഴത്തേക്കും അച്ചു ഇക്കാൻ്റെ ഒക്കത്തേക്ക് കയറി കേട്ടോ. അച്ഛനും മതിയായി നടന്ന്. പിന്നെ ഇതേ കുറേ എന്തൊക്കെയോ ചെടികൾ. അങ്ങനെ നമ്മൾ വീണ്ടും ഈ ആമ്പലിൻ്റെ ആ ഗേറ്റിൻ്റെ അവിടം വരെ വീണ്ടും വന്നു. എന്നിട്ട് നേരെ നമ്മൾ വീണ്ടും നടക്കുക കേട്ടോ. കണ്ടോ, ഇവിടെ നേരെ ഇങ്ങനെ നടക്കുവാണ്. അവിടെ വേറെ ഒന്നും പ്രത്യേകിച്ചില്ല, പക്ഷേ നമ്മൾ അങ്ങനെ നടക്കുമ്പോൾ കുറച്ച് വൈബും കൂടി നമുക്ക് കാണാൻ പറ്റും. ഒരു ചെറിയൊരു പാലം നമുക്ക് അങ്ങോട്ട് കയറി പോകാനൊക്കെ പറ്റും. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ, വേറെ അവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നും കാണാനുണ്ടായില്ല. പക്ഷേ ആ വഴി കഴിഞ്ഞിട്ട് പിന്നെയും പോകുമ്പോൾ ചെടികളൊക്കെ വീണ്ടും കാണാമായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ നടക്കുവാണ്. കണ്ടത് അവിടെ അറ്റത്തൊരു പാലം കണ്ടോ, ആ പാലത്തിൻ്റെ അതിൽ കൂടെ നമുക്ക് കയറിക്കഴിഞ്ഞ് പിന്നെയും അപ്പുറ വഴി കൂടെ പോകാം. ചിലവരൊന്നും അപ്പുറ വഴിയിലേക്കൊന്നും പോയില്ല കേട്ടോ, അവിടെ നിന്ന് ചിലവരൊക്കെ തിരിച്ച് പോവുകയും ചെയ്തത്. കാണാനില്ല, ഇതെന്തത് കൈയ്യഴുകയാണോ? പിന്നെ മീനെ പിടിക്കാൻ, മീൻ ഭ്രാന്തെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഭ്രാന്ത്. ചെല്ലേ അവിടെ പോയി നിൽക്ക്. ഇങ്ങോട്ട് തിരിഞ്ഞേ, ബാപ്പയും മോളും കൂടി ഇങ്ങോട്ട് തിരിഞ്ഞേ നോക്കട്ടെ, ഒരു ഫോട്ടോ. അവിടെ കയറിയിരിക്കണ്ടോ, ഇരിക്കണേ. ഇതൊക്കെ കുളത്തിൻ്റെ അങ്ങോട്ടേക്കൊന്നും ഇറങ്ങല്ലേട്ടാ, അവർ ചീത്ത പറയും. പിള്ളേർ ഇറങ്ങണ്ട, വേണ്ട. അതിൻ്റെ ഉള്ളിൽ മീനൊക്കെ ഉണ്ടല്ലേ, കുഞ്ഞു മീനുണ്ടല്ലേ അതില്. അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോണം, അവിടെ നിന്നാൽ മതി. ആമി ഇതെവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി കയറി. ആമി നടന്നത് ക്ഷീണിച്ചില്ലേ? പിന്നെ നീ എന്താ അവിടെ പോയിരുന്നേ? ചുമ്മാ പോയിരുന്നാ? എന്നാൽ ചെമ്പരത്തിപ്പൂ എടുത്ത് ചെവിയിൽ വെച്ചാല. വേണ്ട, പറിക്കല്ലേ, 500 രൂപ ഇല്ല, നിന്നിവിടെ നിർത്തിക്കൊണ്ടോണ്ടവര്. ഉറപ്പാണ് അതിൽ കൂടെ പോകാൻ പറ്റുമോ? തലയും കുത്തി നിലത്തിടക്കും. അപ്പോൾ ആമീനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അന്ന് ജസ്റ്റ് അവിടെ ഒന്ന് നിർത്താൻ. ആമ അവിടെ പോയി നിൽക്കുകയാണ് കേട്ടോ ഫോട്ടോ എടുക്കാനായിട്ട്. കാണാൻ പറ്റില്ല, കുഞ്ഞിതായിട്ടേ കാണാൻ പറ്റുള്ളൂ. ഞാൻ സൂം ചെയ്തിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെ ചെറുതായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. വഴി ഇങ്ങനെ പാലം കയറി പോവാം. അവരിതെവിടെ വന്നുള്ളൂ.
അപ്പോൾ നമ്മൾ ദേ പാലം കയറാൻ പോവാണ്. കണ്ടിട്ട് പേടിയാണ്, വല്ല ഒടിഞ്ഞു വീഴാവോ? അയ്യോ, ഒടിഞ്ഞങ്ങനെ വീഴോ? ഒക്കെ പേടിയാണ്. അല്ലാ, എനിക്ക് പേടിയാണ്. അയ്യോ, അങ്ങനെ പാലം കയറി. ആഹാ, നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. നമുക്ക് പ്രകൃതി ഇതുപോലുള്ള ആ വൈബൊക്കെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും നെല്ലിയാമ്പതി ഈ പ്ലേസൊക്കെ വന്ന് കണ്ട്. ടോയ്ലറ്റാ, അടിപൊളി കേട്ടോ പ്ലേസ് അവിടെ കാണാനായിട്ട്. ഒത്തിരി നമ്മൾ അവിടെ നിന്ന് കണ്ട് പിന്നെ ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അവിടെ നിന്ന് നമ്മൾ നേരെ വീണ്ടും പോവാണ്. വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട്, അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാം കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പിന്നെ തക്കാളി, പിന്നെ പച്ചമുളക്, പിന്നെ നെല്ലി, അച്ചാറ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി അച്ചാറാട്ടോ. അയ്യോ, സൂപ്പർ അച്ചാറ്, അടിപൊളി, നല്ല ടേസ്റ്റ്, എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് അതിന്. അതുപോലെ തന്നെ തക്കാളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുക. നമ്മൾ നാടൻ തക്കാളി അടിപൊളിയാണ് കേട്ടോ. തക്കാളിയൊക്കെ എന്തൊരു പ്രത്യേകത അതൊക്കെ കണ്ടിട്ട്. അതിട്ട് കറി വെച്ചാൽ നല്ല രസമുണ്ട്. അപ്പം നമ്മൾ നേരെ വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. കണ്ടോ, എന്ത് രസം, ആ മലയും അവിടുത്തെ ആ ഒരു വൈബൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അത്ര എൻജോയ് ചെയ്തിട്ടായിരുന്നു പോയിച്ചത്. പിന്നെ ചെറിയൊരു മഴ പൊടിയണ പോലെയൊക്കെ നിർണയിച്ചു. അപ്പോഴും നമുക്ക് മഴ പൊടിയുമ്പോൾ പേടിയായിരുന്നു, അയ്യോ മഴ പൊടിഞ്ഞ് എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ളൊരു പേടിയായിരുന്നു. പക്ഷെ കുഴപ്പമുണ്ടായില്ല. നമ്മൾ ഇവിടെ ഒരു എൻട്രൻസിലേക്ക് കയറാണ്. ഇവിടുന്ന് നമ്മൾ പേരെഴുതി കൊടുക്കണം, വണ്ടി നമ്പറൊക്കെ എഴുതി കൊടുക്കണം. വണ്ടി നമ്പറാണേ, നമ്മുടെ പേരല്ല, വണ്ടി നമ്പറും ഇത്ര ആൾക്കാരുണ്ടെന്ന് കൗണ്ടും എഴുതി കൊടുത്ത് അവിടെ നിന്ന് ഒരു ടിക്കറ്റ് വാങ്ങി നമുക്ക് നേരെ പോകാം. അപ്പോൾ അങ്ങനെ നമ്മൾ പോയപ്പോൾ ഒരു പാട്ടും കൂടി കേട്ടാലോ എന്ന് വിചാരിച്ച പിള്ളേരോട് പറഞ്ഞു, നമുക്കൊരു പാട്ട് പാടിയാലോ എന്ന് പറഞ്ഞപ്പോഴേക്കും എന്തേ എല്ലാം റെഡി. നമ്മൾ പോകുമ്പോൾ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഒരു റോഡ് കാണാം. അവിടെ വ്യൂ പോയിൻ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കണേ, എന്നാലാണ് നമുക്ക് അത് വൺ വേ ആണ്. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം അവിടെ വണ്ടി എടുക്കാനായിട്ട്. ഇതിൽ കൂടെ പോയിട്ട് തിരിഞ്ഞ് അപ്പുറം വഴി കൂടെ വരുന്നത്. അപ്പോൾ നമുക്ക് അപ്പുറം വഴി കൂടെ ഒന്നും പോകാൻ പറ്റില്ല. അത് വിസിറ്റിംഗ് ടൈം 8 മണി തുടങ്ങി 6 മണി വരെയാണ് ഇവിടെ ടൈമുള്ളത്. അപ്പോൾ നമ്മൾ നേരെ മുന്നോട്ട് എടുക്കുകയാണ്. ഒരു വണ്ടിയൊക്കെ വന്നാൽ സൈഡ് ഒതുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് വൺ വേ ആണ് ഈ ഒരു റൂട്ട് വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ വണ്ടികളൊക്കെ ഇങ്ങനെ. പക്ഷെ നല്ല വൈബാട്ടോ, നല്ല രസമുണ്ട്. നല്ല ഇങ്ങനെ മരങ്ങളിങ്ങനെ കൂടി നിൽക്കുന്ന ഒരു സ്ഥലം, നടുക്കേ കൂടി റോഡ്, നല്ലൊരു തണുപ്പ്. കാരണം പാലക്കാടാണ് നമ്മുടെ ഈ ഒരു നെല്ലിയാമ്പതി. അപ്പോൾ ഈ നെല്ലിയാമ്പതിയിൽ പാലക്കാട് എന്നൊക്കെ പറഞ്ഞാൽ കൂടുതലും ചൂടുള്ള സ്ഥലങ്ങളാണല്ലോ. അപ്പോൾ അവിടെ നമുക്കിങ്ങനെ ഒരു തണുപ്പുള്ള ഒരു ഏരിയ എന്നൊക്കെ പറയുമ്പോൾ നല്ല രസമുണ്ട്. അങ്ങനെ ഒരു തണുപ്പുള്ളൊരു ഭാഗമൊക്കെ കാണുമ്പോഴേ, അത്രയും ചൂടുള്ള ഏരിയയിൽ ഒരു തണുപ്പുള്ള സ്ഥലം എന്നൊക്കെ പറയുമ്പോൾ രസമല്ലേ. പിന്നെ നമുക്കിവിടെ പാർക്കിംഗ് ഉണ്ട്. പാർക്കിംഗ് ഫീ വരുന്നത് വെഹിക്കിളിന് 20 രൂപയാണ്. അപ്പോൾ നമ്മുടെ പാർക്കിംഗ് ഫീ ഒക്കെ അടച്ചതിന് ശേഷം നമ്മൾ പോവാണ് കേട്ടോ. എന്താ സോ കാണാൻ
പാർക്കിംഗ് ചെയ്തതിന് ശേഷം നമുക്ക് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ കാർ പാർക്കിംഗ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഈ വഴി കൂടെ ഇങ്ങനെ നടന്ന് കുറച്ചങ്ങോട്ട് പോകാനുണ്ട് കേട്ടോ. നടന്ന് കഴിയുമ്പോഴാണ് അതിൻ്റെ ആ വൈബ് മനസ്സിലാവുള്ളൂ. കാരണം അതിൻ്റെ അവിടെ എത്തിക്കഴിയുമ്പോൾ ഇത്ര നല്ല ഭംഗിയുള്ള പ്ലേസ്, അത്ര നല്ല മനോഹരമാണ്. അപ്പോൾ നമ്മൾ ഇതിൽ കൂടി ഇങ്ങനെ നടന്നു പോകണം. എടി ഇങ്ങനെ പോകുമ്പോ ഏത് പാട്ടാ പാടാൻ തോന്നണേ? മക്കളെ എത്തിയത് ഇതാണ് പ്ലേസ്. എൻ്റെ പൊന്നോ, കിടിലം പ്ലേസ് എന്ന് പറഞ്ഞിട്ടല്ലേ നമുക്ക് ഈ കാണുന്ന വ്യൂസ് ഉണ്ടല്ലോ, നമ്മൾ ഇവിടെ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ അല്ല. ആ ഒരു വൈബ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ അത്രയും നടന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് കാണുന്ന ഒരു സംഭവം അത്ര അടിപൊളിയാണ്. പിന്നെ അതിന് ശേഷം വീണ്ടും നമ്മൾ മുകളിലേക്ക് കയറി പോവുക. മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ വീണ്ടും അവിടെ എൻ്റെ പൊന്ന് പ്രകൃതി ഇതുപോലെയൊക്കെ എത്രയും മനോഹരമായിട്ട് നമുക്ക് ദൈവം തരുന്ന കുറേ അനുഗ്രഹങ്ങളുണ്ടല്ലോ. ഇത്രയും നല്ല വാരിക്കോരി ഇങ്ങനെ ഇട്ടേക്കാണ് കണ്ട. ഇത്തിരി രസം നോക്കിയ സ്ഥലം എന്നറിയാമോ? അത് നമ്മളിങ്ങനെ കാണുന്ന പോലെ അല്ല കേട്ടോ, ഈ വീഡിയോ കാണുന്ന പോലെ അല്ല. നേരിട്ട് കണ്ടാലാണ് ഇതിൻ്റെ ഭംഗി എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ആ ഒരു രസം നമ്മൾ വീഡിയോയിൽ അത്രയും മാത്രം എടുത്ത് പകർത്താൻ പറ്റില്ല അവിടെ. കാരണം അത്ര നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് കണ്ടോ, അത്ര നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ എങ്ങാനും ആർക്കെങ്കിലും സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും പോയിരിക്കേണ്ട സ്ഥലമുണ്ട് ഈ നെല്ലിയാമ്പതിയൊക്കെ. ഇതൊക്കെ ഇങ്ങനെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം, കാണാത്തവരുണ്ടാവാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. എത്ര നല്ല ഭംഗിയാണ് ആ റോക്കൊക്കെ ഇരിക്കണ കാണുന്നത്. ഈ എന്തോ നമ്മളിങ്ങനെ കാണുന്ന അതിലല്ല, അതവിടെ ചെന്ന് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അത് മോനെ പൊള്ളി എന്ന് പറഞ്ഞാൽ പൊള്ളി സാധനം. അത്ര നല്ല സ്ഥലമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ നമ്മളവിടെ നിന്ന് തിരിച്ചു പോന്നു. നമ്മളവിടെ കാറിൽ കയറി. അവിടുന്ന് നമുക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങാനുള്ള ഇതുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ വാങ്ങിയില്ല എന്നല്ല, ഇവർക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് നേരെ തിരിക്കുകയാണ് കേട്ടോ. നേരെ വന്ന വഴിക്കാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. ചോറ് കഴിച്ചത് ആ ടൈമിലായിരുന്നു. ഇത് മരത്തടിയും കൊണ്ട് ഉണ്ടാക്കിയ വീടാണ് കേട്ടോ. നല്ല രസം കാണാനായിട്ട്, മരമാണ്. പിന്നെ നമ്മൾ നേരെ ഇറങ്ങുവാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇറങ്ങി നമ്മൾ പോകണം. അപ്പോൾ വന്ന വഴിക്ക് ഒരു ചെറിയൊരു സ്പേസ് കണ്ടപ്പോൾ അവിടെ നിർത്തി നമ്മൾ ഫുഡ് കഴിച്ച്. ഫുഡ് നമ്മൾ പറഞ്ഞല്ലോ, ഇറച്ചി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നെല്ലിയാമ്പതിയിൽ നിന്ന് വാങ്ങിയ അച്ചാറുണ്ടായിരുന്നു. ചോറ് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറും ഇറച്ചിയൊക്കെ നമ്മൾ എടുത്തിട്ട് അവിടെ നിന്ന് കഴിക്കുകയാണ് ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ യാത്രയിൽ ഇങ്ങനെ പുറത്തേക്ക് നിന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് അതൊക്കെ. അത് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോകണം. ഒരു ഹോട്ടലിലൊക്കെ പോയി കഴിച്ചാൽ കിട്ടുന്ന ഒരു ഫീലല്ലത്. നമ്മൾ പോയി തന്നെ അത് ഇതുപോലെ ഇങ്ങനെ പോയി ഫുഡ് കൂടെ നമ്മൾ ട്രാവലിങ്ങിൽ കൊണ്ടുപോയി നിർത്തി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഭംഗിയൊക്കെ അറിയാൻ പറ്റുള്ളൂ. അത്രയും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതിലൊക്കെ. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലങ്ങളും വന്ന വഴിക്ക് കൂടുതലൊന്നും കൂടി കണ്ടപ്പം പോയപ്പോൾ ഇത്രയും ഭംഗി ഉണ്ടായോ എന്നുള്ളത് വിചാരിക്കും. അത്ര നല്ല ഭംഗിയാണ് സ്ഥലങ്ങൾ കാണാനായിട്ട്. കണ്ടോ, ഇത്രയും പച്ചപ്പ് നിൽക്കുന്ന ഭാഗത്ത് നടുക്കൊരു വീട്. എൻ്റെ പൊന്നോ, വൈബ് എന്ന് പറഞ്ഞ വൈബ് കണ്ടോ. ഇത് രസമായിരിക്കും. നമുക്കിതൊക്കെ കാണുമ്പോൾ അങ്ങനെ പോയി നമ്മൾ അങ്ങനെ ജീവിക്കുകയായിരുന്നെങ്കിലോ എന്ന് വിചാരിക്കട്ടെ. ചിലപ്പോൾ നമുക്കത് എത്ര ഇഷ്ടപ്പെടില്ലായിരിക്കും, ചിലപ്പോൾ പറയാൻ പറ്റില്ല. ചിലവർക്ക് നമ്മളുടെ ലൈഫ്, നമ്മൾ നിൽക്കുന്ന ഈ ലൈഫിൽ നിന്ന് അങ്ങനെയൊക്കെ പോയി നിൽക്കുമ്പോൾ കടകളൊന്നും അടുത്തില്ല, സാധനമൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കാണുമ്പോൾ എപ്പോഴും വിചാരിക്കും നമുക്ക് ആ വീടായിരുന്നെങ്കിലോ. അങ്ങനെ നമ്മൾ എന്തായാലും എന്നെപ്പോലെ ചിന്തിക്കാത്തവരുണ്ടാവില്ല അല്ലേ? അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ചിന്തയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു നേരെ വന്നു. നേരെ നമ്മൾ ഇവിടെ ഡാം അതിൻ്റെ ഭാഗത്തേക്കാണ് കേട്ടോ വന്നേക്കുന്നത്. 20 രൂപയാണ് മുതിർന്നവർക്ക്, കുട്ടികൾക്ക് 10 രൂപ. അങ്ങനെ
ഇവിടെ നമുക്ക് കുറേ നടക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് വെൽക്കം ചെയ്യാനായിട്ടൊരു മുത്തശ്ശനും ഒരു മുത്തശ്ശിയുടെയും ഒരു പ്രതിമ നിൽക്കുന്നുണ്ട്. പിന്നെ നേരെ നമ്മൾ ആ സ്റ്റെപ്പ് കണ്ടോ, അതാണ് ഡാമിലേക്ക് പോകുന്നത്. ഞാൻ കയറിയില്ല കേട്ടോ, കാരണം എനിക്ക് വയ്യായിരുന്നു. ഞാൻ അപ്പോൾ ഈ പിള്ളേരാണെന്നുണ്ടെങ്കിൽ കളിക്കണം, പോയി പാർക്കിലൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ടും ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ ഇക്കാക്കയും ആമിയും ഡാം കാണാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് കയറിപ്പോയി. ഞങ്ങളപ്പോൾ വീഡിയോസൊക്കെ എടുക്കാം, നമുക്ക് ഇവിടെ പാർക്കിലൊക്കെ പോകാമെന്നും പറഞ്ഞു. അപ്പോൾ ഇവർക്ക് താല്പര്യം ഉണ്ടായില്ല കേട്ടോ. ആമിക്കും അച്ഛനൊന്നും താല്പര്യം ഉണ്ടായില്ല. ആമിക്കല്ല, പൊന്നൂനും അച്ഛനും താല്പര്യം ഉണ്ടായില്ല. ഈ ചെറിയ അച്ഛനും താല്പര്യം ഉണ്ടായില്ല. ഈ ഏതൊരു പേടിയാണെന്നൊക്കെ പറഞ്ഞ് കരച്ചിലായിരുന്നു. പിന്നെ ആൾ സെറ്റായി അതിലിരുന്നിട്ട്. പിന്നെ നമ്മൾ ഇത് കണ്ടോ, അവർ ഊർന്നിറങ്ങാനൊക്കെ പറഞ്ഞിട്ടൊക്കെ പോകുന്നുണ്ട്. പൊന്നു പിന്നെ എല്ലാത്തിലേക്കും പിടിച്ചു കയറിക്കോളൂ കേട്ടോ. അപ്പോൾ പൊന്നു അച്ഛനും പോകണമെന്ന് പറഞ്ഞിട്ട് പൊന്നിന് പേടിയാവണം അവളെ ഇരുത്തിക്കൊണ്ട് കയറാനായിട്ട്. അപ്പം ഞാനില്ല, ഞാൻ അവളെയും കൊണ്ട് പോവില്ല, ചിലപ്പോൾ വീണാലോ എന്നൊക്കെ വിചാരിച്ച് അവൾ കയറുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ കണ്ടപ്പോൾ പൊന്നു എല്ലാത്തിലേക്കും പിടിച്ചു കയറാം കേട്ടോ. പൊന്നു യാതൊരു രക്ഷയില്ല. പൊന്നുവിനെ വഴിച്ച് വിടാൻ പേടിയാണ്, കാരണം ഓടിക്കളയുക. എവിടെയെങ്കിലൊക്കെ പോയിട്ട് ആൾ എല്ലാത്തിലും കയറിയൊക്കെ നിൽക്കും. അപ്പോൾ അങ്ങനെ ഒരു പിന്നെ ഭാഗ്യത്തിന് വെള്ളം എവിടെ ഉണ്ടായിരുന്നു. ആൾ അത്രയും മഴ പെയ്തിട്ട് വെള്ളം കുറച്ചിങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു ഈ ഊഞ്ഞാലേ കാണുന്ന ഭാഗത്തൊക്കെ. അപ്പോൾ ആളത്രയും ഇതാക്കിയത്. ഇത് കണ്ടോ സൈക്കിൾ, ഞാൻ മേലിൽ കൂടെ എന്തായാലും പറയുന്നതാകും, അതിലൊക്കെ കയറാൻ പറ്റും നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ. ഇത് രസം നോക്കി സ്ഥലം കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അത് കണ്ട കുതിര വണ്ടി, അതിലൊരാൾക്ക് 150-200 എത്രയും കണ്ട് കിട്ടും കേട്ടോ. പിന്നെ അച്ചുമല്ല പൊന്നു ആണെന്നുണ്ടെങ്കിൽ മേലിൽ മറ്റേ ഇതിൽ പോവില്ലേ, അതിലൊക്കെ കയറിയത്. അത് എടുക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ കുറേ ഷോപ്പുകൾ, കുഞ്ഞു ഷോപ്പുകൾ കണ്ടില്ലേ. അപ്പോൾ അവിടെ ആമിക്ക് മോതിരം വേണമെന്ന് പറഞ്ഞു. നമ്മൾ നെയിം എഴുതി ഇതാക്കുന്ന മോതിരം ഉണ്ടല്ലോ, അതുണ്ട്. ഇതുണ്ടോ കുതിരേന കുതിര സവാരി ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പെർ ഹെഡാണ് റേറ്റ് വരുന്നത് കേട്ടോ. പക്ഷെ നമ്മളതിലൊന്നും കയറിയില്ല, നല്ല റേറ്റ് വരുന്നുണ്ട്. അപ്പം നമ്മൾ അത് വേണ്ട എന്ന് വിചാരിച്ചു. പിന്നെ മോതിരം വാങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ മോതിരം വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. ഇതാണ് കേട്ടോ മോതിരം, ആമിന്ന് എഴുതിയേക്കുന്നു. അതിനുശേഷം അവർ ഐസ്ക്രീമൊക്കെ കഴിച്ചു. അപ്പോൾ അവിടെ ഇരുന്ന് ഐസ്ക്രീമൊക്കെ കഴിക്കുമായിരുന്നു. അപ്പം ഞാൻ ഐസ്ക്രീം കഴിച്ചില്ല, പിന്നെ അതുപോലെ ആമിയും കഴിച്ചില്ല. പിന്നെ നൈറ്റ് നമ്മൾ അവിടെ നിന്ന് പോന്നു. പാടങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ നല്ല അടിച്ചൊളിച്ചിങ്ങോട്ട് പോന്നു. പിന്നെ രാത്രി വീട്ടിൽ വന്നിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ.